പ്രണവ് മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ ചിത്രത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരാധകർ തുടങ്ങിയിരുന്നു. അടുത്ത വർഷം തിയേറ്ററുകളിലെത്തുന്ന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. എന്താണേലും ഹോളിവുഡ് ആക്ഷൻ റിവെഞ്ച് ത്രില്ലറുകളോട് കിടപിടിക്കുന്നതാവും പ്രണവിന്റെ അരങ്ങേറ്റ ചിത്രമെന്ന സൂചനയാണ് മോഹൻലാൽ നൽകുന്നത്. നായകനാകുന്ന ആദ്യ ചിത്രത്തിനു വേണ്ടി പ്രണവ് പാർക്കോർ പഠിക്കുന്നതിന്റെ ആവശ്യത്തിലാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. ജിംനാസ്റ്റിക്, സ്കൈ ഡൈവിംഗ്, റോക്ക് ക്ലൈംബിംഗ് എന്നിവയിൽ താല്പര്യമുള്ള പ്രണവിന് പാർക്കോർ അഭ്യസിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാകില്ല. തന്റെ അഭിരുചികൾക്ക് അനുയോജ്യമാണെന്ന് തോന്നിയതുകൊണ്ടാവാം പ്രണവ് ഈ ചിത്രം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചതെന്നും മോഹൻലാൽ പറഞ്ഞു. മുന്നിലുള്ള കെട്ടിടങ്ങളും മതിലുകളും ചെറിയ തടസ്സങ്ങളും ചാടിക്കിടക്കാൻ അഭ്യസിക്കുന്ന ആക്രോബാറ്റിക് സ്വഭാവമുള്ള ശാരീരിക അഭ്യാസമാണ് പാർക്കോർ. നിരവധി ഹോളിവുഡ് ആക്ഷൻ ചിത്രങ്ങളിൽ പാർക്കോർ ഉപയോഗിച്ചുള്ള ആക്ഷൻ രംഗങ്ങളുണ്ട്. ഒന്നാമൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് പ്രണവ് ആയിരുന്നു. ഒന്നാമനിലെ പ്രണവിന്റെ ചില ശാരീരിക അഭ്യാസ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു. തന്റെ കരിയറിലുടനീളം ഡ്യൂപ്പുകളെ ഉപയോഗിക്കാതെ തന്നെ സാഹസികത നിറഞ്ഞ നിരവധി ആക്ഷൻ രംഗങ്ങൾ ചെയ്ത നടനാണ് മോഹൻലാൽ. നായകനാകുന്ന ആദ്യ ചിത്രത്തിനു വേണ്ടി തന്നെ പാർക്കോർ അഭ്യസിക്കുന്നതോടെ മോഹൻലാലിന്റെ അതേ പാത തന്നെയാണ് പ്രണവും പിന്തുടരുന്നത്.